എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മിഥുൻ സ്കെയിൽസ് ഫെയറിലൂടെ നമ്മൾ നടത്തിവരുന്ന ഓരോ വീഡിയോകളും, ഓരോ കണ്ടന്റുകളും നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ശക്തമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെ എക്സാമ്പിൾ സഹിതം പറയുന്ന ഒരു വീഡിയോ ആണ്. യെസ്, നിങ്ങൾ നമ്മുടെ തമ്പനയിൽ കണ്ട പോലെ തന്നെ നെഗറ്റിവിറ്റിയെ എങ്ങനെ പോസിറ്റീവായിട്ട് മാറ്റാം, അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനോടുള്ള ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനലിൽ വരുന്ന ഓരോ കണ്ടന്റുകളും നിങ്ങൾ കേട്ട് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ അത് സഹായിക്കുന്നുവെങ്കിൽ, നമ്മുടെ കണ്ടന്റുകളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺടാക്റ്റിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് എല്ലാവർക്കും ഉള്ള മെയിൻ പ്രശ്നമാണ് എങ്ങനെയാണ് നെഗറ്റീവ് തോട്ട്സിനെ കംപ്ലീറ്റ്ലി നമ്മളിൽ നിന്നും മാറ്റുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നെഗറ്റീവ് തോട്ട്സിനെ നശിപ്പിക്കാൻ സാധിക്കത്തില്ല, അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനും സാധിക്കത്തില്ല, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. ആ നെഗറ്റീവ് എനർജിയെ നമ്മൾ പോസിറ്റീവായിട്ട് മാറ്റുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ലോ ഓഫ് എനർജി എന്താണ് പറയുന്നത്? എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയിഡ്, അല്ലെ? നശിപ്പിക്കുവാനോ സൃഷ്ടിക്കാനോ കഴിയാത്തൊരു സാധനമാണ് ഊർജ്ജം. ഈ യൂണിവേഴ്സിൽ ഓൾറെഡി ഉള്ളതാണ് ഊർജ്ജം. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഊർജ്ജമാണ്. അപ്പോൾ നമുക്കൊരു ഊർജ്ജത്തെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മളിലേക്ക് വരുന്ന ഈ നെഗറ്റീവ് ഊർജ്ജത്തെ എങ്ങനെ പോസിറ്റീവായിട്ട് മാറ്റാം എന്നത് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ വീഡിയോയോട് വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ മനസ്സിലേക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ അതിനെ എത്രമാത്രം അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുന്നു, സപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അത് അത്രമാത്രം ഇരട്ടിയിലധികം ശക്തിയോടെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് വിചാരിച്ചാൽ അതിന്റെ എല്ലാ ഓർമ്മകളുമായിട്ട് ആ തോട്ട്സ് നിങ്ങളിലേക്ക് കടന്നു വരും. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ട്രൂത്ത്, വി ഷുഡ് ആക്സെപ്റ്റ് ഇറ്റ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നെഗറ്റീവായുള്ള തോട്ട്സുകളെ മറ്റൊരു പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ വീട്ടിൽ നമ്മൾ നായ്ക്കുട്ടികളെയും പൂച്ചകളെയും ഒക്കെ വളർത്തുന്ന ആൾക്കാരാണ്, അല്ലേ? നമ്മുടെ വീട്ടിൽ ഒരു നായ്ക്കുട്ടിയെ ആദ്യം കൊണ്ടുവന്ന് നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ അതിനെ പെട്ടെന്ന് പിടിച്ചിട്ട് കഴുതി ചങ്ങലയിട്ട് കൂട്ടി കെട്ടിയിട്ടാൽ അത് പെട്ടെന്ന് കുറയ്ക്കാൻ തുടങ്ങും. മേ ബി ഒരു ദിവസമോ 2 ദിവസം മുഴുവൻ അത് കുറച്ചുകൊണ്ടേയിരിക്കും. മേ ബി നമ്മുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളെ കടിക്കും. ഇതേപോലെ തന്നെയാണ് മനസ്സ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആ ഒരു നായ്ക്കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് ആദ്യ റൂമിൽ അതിനെ ഇട്ട് നമ്മളുമായിട്ടൊക്കെ ഇടപഴകി, അതിനുശേഷം നമ്മുടെ മറ്റു റൂമുകളിലേക്കൊക്കെ അതിന് പോകാൻ ഒരു പെർമിഷൻ കൊടുത്ത് അത് അവിടെ കിടന്നുകൂടി കളിച്ചെല്ലാം കഴിയുമ്പോൾ 1-2 ദിവസം കഴിയുമ്പോൾ വലിയൊരു ചെയിൻ അതിന്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ ചെയിനുമായിട്ട് അതിന് വിടും. ആ ചെയിൻ വലിച്ചുകൊണ്ട് ആ നായ്ക്കുട്ടി അവിടെ ഇവിടെ എല്ലാം നടക്കും, അല്ലേ? അതിനുശേഷം അത് വീടിന് പുറത്തേക്ക് തന്നെ വിടും. പരിസരങ്ങളിലൊക്കെ ഓടി നടക്കും. ആ നായ്ക്കുട്ടി ആ ചെയിനും വലിച്ചുകൊണ്ടാണ് അത് നടന്ന് പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പെതിയെ ആ ചെയിനിന്റെ ഒരറ്റത്ത് പിടിച്ചിട്ട് അവൻ പോകുന്ന വഴികളിലൂടെ ഒക്കെ നമ്മൾ പോകും, അല്ലെ? ആ നായ്ക്കുട്ടി എങ്ങോട്ടൊക്കെ പോകുന്നു അവന്റെ ഇഷ്ടത്തിന് നമ്മൾ പോകും, നമ്മൾ അവന്റെ കൂടെ പോകും. അപ്പൊ അതൊരു എൻജോയ്മെന്റ് ആണ് അവന്, അല്ലെ? അതിനുശേഷം 1-2 ദിവസങ്ങൾക്ക് ശേഷം പെതിയെ അവനെ ഒന്ന് കളിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ആ ചെയിൻ അറ്റത്ത് പിടിച്ച് പുറകോട്ട് വലിച്ചു നോക്കും. പെതിയെ ഓരോ പ്രാവശ്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ അതുമായിട്ട് യൂസ്ഡ് ആവും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് അവനെ വലിച്ച് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അവൻ കുരയ്ക്കത്തില്ല, അത് കൂട്ടിൽ കെട്ടിയിടാം, അവൻ നമ്മളുമായിട്ട് ഇണകി ചേർന്ന് കഴിഞ്ഞു. ഇതേപോലെ തന്നെയാണ് മനസ്സ്. നമ്മൾ പെട്ടെന്ന് പിടിച്ച് മനസ്സിനെ പിടിച്ച് കെട്ടിടാൻ നോക്കി കഴിഞ്ഞാൽ അത് ശക്തമായിട്ട് നമ്മളോട് ആക്രമിക്കാൻ വരും. നമ്മളെ നെഗറ്റീവ് ചിന്ത കൊണ്ട് കൂടുതൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നായ്ക്കുട്ടിയെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവന്നേ അതേ രീതിയിൽ വേണം നമ്മുടെ മനസ്സിലെ ചിന്താഗതികളെ ട്രീറ്റ് ചെയ്യാൻ. ഒരു കാര്യത്തെ പൂർണ്ണമായിട്ടും അതിനെ പിടിച്ച് കെട്ടിയിടാതെ ആദ്യം അതിനെ ചിന്തകളെ ശ്രദ്ധിച്ച് അതിനെ മനസ്സിലാക്കി, നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സറിഞ്ഞുകൊണ്ട് പറയുക, സേ നോ. എന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരാൻ പാടില്ല. കാരണം എനിക്ക് അതിശക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്, ഒരു റൂട്ടുണ്ട്. എന്റെ ജീവിത പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന ഈ ചിന്തകൾ എന്റെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പാടില്ല. അതിനെ പൂർണ്ണമായിട്ടും എനിക്ക് പോസിറ്റീവായിട്ട് മാറ്റണം. നിങ്ങൾ ആ ചിന്തകളോട് ആ നോ പറഞ്ഞതിന് ശേഷം ഐഡിയലായിട്ട് ഇരിക്കരുത്. ഉടൻ തന്നെ മറ്റുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറണം. ഒന്നിലെ നിങ്ങൾക്ക് ബുക്സ് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല പാട്ടുകൾ കേൾക്കുന്ന വ്യക്തികളാണെങ്കിൽ പാട്ടുകൾ കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് എൻഗേജ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഡീക്ലട്ടറിംഗ്, വീട് വൃത്തിയാക്കുന്ന കാര്യങ്ങൾക്ക് ഏർപ്പെടാം, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ മോട്ടിവേഷണൽ സ്പീച്ചുകൾ നിങ്ങൾ കേൾക്കാം. അങ്ങനെ എന്തെല്ലാം പോസിറ്റീവായുള്ള കാര്യങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യാറുണ്ട്, അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ ഒരു നെഗറ്റിവിറ്റിയെ പൂർണ്ണമായിട്ടും പോസിറ്റീവായിട്ട് മാറ്റാൻ ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻഗേജ്ഡ് ആവുക. ഒരു ടൈം പോലും വെറുതെ ഇരിക്കാതിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു എക്സാമ്പിളും നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നെഗറ്റീവായുള്ള തോട്ട്സിനെ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയെ പോസിറ്റീവായിട്ട് മാറ്റാൻ പറ്റുക എന്നും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളോ ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലോകത്തുള്ള പല ആൾക്കാരും ഈ ലിങ്കിലൂടെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ അംഗമാകുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടും അതുപോലെ മിഥുൻ സ്കിൽസ് ഫെയറിലൂടെ നടത്തി വരുന്ന പല പ്രോഗ്രാമുകളെ കുറിച്ചും ഒക്കെ നമ്മൾ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാനും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ പോസിറ്റീവായിട്ട് മാറ്റുവാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് ലിങ്കിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയായിട്ട് അംഗമാകാവുന്നതാണ്. ഈ ചാനലിൽ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മുടെ ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒരു വെളിച്ചം പകരാൻ സാധിക്കുന്നെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.